ആഗോള മാധ്യമങ്ങളെ എത്തരത്തിലാണ് ഇസ്രായേൽ നിയന്ത്രിക്കുന്നതെന്നും വാർത്തകളെ തങ്ങൾക്കനുകൂലമാക്കാനായി സ്വാധീന വലയത്തിൽ നിർത്താൻ എന്തെല്ലാം ചെയ്യുന്നുവെന്നതിനെപ്പറ്റിയും നിരവധി പഠനങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയുടെ കാലത്ത് പരമ്പരാഗത മാധ്യമങ്ങളല്ലല്ലോ പൊതുബോധം സൃഷ്ടിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? സോഷ്യൽ മീഡിയ ഭീമന്മാരെയെല്ലാം വരുതിയിലാക്കണം. ഇസ്രായേൽ വിരുദ്ധ ഫലസ്തീൻ അനുകൂല കണ്ടന്റുകൾക്ക് സോഷ്യൽ മീഡിയ ഭീമന്മാർ വ്യാപകമായി സെൻസറിംഗ് ഏർപ്പെടുത്തുന്നത് വെറുതെയല്ലല്ലോ. ഒക്ടോബർ 7-ന് ശേഷമുള്ള ഗസ യുദ്ധം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സാക്ഷ്യമാണ്. കുറച്ച് വർഷങ്ങളായി പ്രൊപ്പഗാൻഡ പ്രൊജക്റ്റുകൾക്കായി കോടികൾ വാരി എറിയുന്നുണ്ട് ഇസ്രായേൽ. ഹസ്ബാര എന്ന പേരിൽ ആരംഭിച്ച ഈ പദ്ധതിയിലേക്കായി കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ മാത്രം 2 മില്യൺ ഷെക്കൽ, ഏകദേശം $5,50,000 അവർ ചെലവഴിച്ചത്. AI ബോട്ടുകളാണ് ഈ പ്രൊജക്റ്റുകളുടെയെല്ലാം പ്രധാന ആയുധമെന്നതാണ് ഏറെ രസകരമായ കാര്യം. ഇസ്രായേൽ അനുകൂല പ്രചാരണം നടത്താനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വ്യാപകമായി ബോട്ടുകൾ പടച്ചുവിടുകയായിരുന്നു. ഇതിനായി കോടികൾ ചെലവിട്ട വിവരം ഇസ്രായേൽ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ നിർമ്മിച്ച ഒരു AI ബോട്ട് നേരെ തിരിഞ്ഞ് ഫലസ്തീൻ അനുകൂലിയായി മാറി ഇസ്രായേൽ വിരുദ്ധ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ എങ്ങനെയുണ്ടാകും? അങ്ങനെയൊരു പൊല്ലാപ്പിൽപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴവർ. ഗസ യുദ്ധം മുതൽ പ്രൊപ്പഗാൻഡ ക്യാമ്പയിനിന്റെ മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു ബോട്ടാണ് ഇപ്പോൾ തിരിഞ്ഞുകൊത്തിയിരിക്കുന്നത്. എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ സജീവമായ ഫാക്ട് ഫൈൻഡർ AI എന്ന ബോട്ട് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തെ വിശേഷിപ്പിക്കുന്നത് വംശീയ വിവേചനം നിലനിൽക്കുന്ന ഇസ്രായേലിലെ വെളുത്ത വംശജരായ അധിനിവേശക്കാർ എന്നാണ്. ഒക്ടോബർ 7-ൽ ഒരു കുടുംബത്തെ മുഴുവൻ ഹമാസ് കൂട്ടക്കൊല ചെയ്തെന്ന ഇസ്രായേൽ വാദം പൂർണ്ണമായി തള്ളുന്നുണ്ട് ബോട്ട്. ഇതിനു പുറമെ ഗസക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഫോളോവർമാരോട് ആവശ്യപ്പെടുന്നുമുണ്ട്. ഫലസ്തീനികൾക്ക് വേണ്ടിയുള്ള ധനസമാഹരണത്തിൽ പങ്കാളികളാകാൻ ആഹ്വാനം ചെയ്യുന്നുമുണ്ട് ഈ ബോട്ട്. ഇസ്രായേൽ മാധ്യമമായ ഹാരറ്റ്സ് ആണ് ഈ ബോട്ട് മറിമായത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഫാക്ട് ഫൈൻഡർ AI ഭരണകൂടം നേരിട്ട് കൈകാര്യം ചെയ്യുന്നതാണോ എന്ന് വ്യക്തതയില്ലെങ്കിലും ഇസ്രായേൽ അനുകൂല ആഖ്യാനങ്ങൾ പടച്ചുണ്ടാക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നാണ് രാജ്യത്തെ ഫാക്ട് ഫൈൻഡിംഗ് സംഘമായ ഫേക്ക് റിപ്പോർട്ടർ പറയുന്നത്. AI ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഉദ്ദേശത്തിന് നേർ വിപരീതമായ പണിയാണ് ഇവ എടുക്കുന്നതെന്നാണ് ഫേക്ക് റിപ്പോർട്ടർ ചൂണ്ടിക്കാട്ടുന്നത്. ഒക്ടോബർ 7-ലെ ഹമാസ് ആക്രമണത്തിനു ശേഷം ഗസയിൽ തുടങ്ങിയ ആക്രമണത്തിന് അന്താരാഷ്ട്ര തലത്തിൽ അനുകൂല തരംഗമുണ്ടാക്കാനായി നിർമ്മിച്ച AI ബോട്ടുകളാണിവ. എന്നാൽ ഒക്ടോബർ 7 ആക്രമണം തന്നെ അത് നിഷേധിക്കുന്നുവെന്നതാണ് രസകരം. ഇസ്രായേൽ അനുകൂലികളെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. അമേരിക്കയിലെ ടിക്ടോക്ക് നിരോധനത്തിന് പിന്നിൽ വരെ ഇസ്രായേലാണെന്ന് പ്രചരിപ്പിക്കുന്നു. ഫാക്ട് ഫൈൻഡറിന്റെ എക്സ് ഹാൻഡിലിൽ 4000-ലേറെ ഫോളോവർമാരുണ്ട്. തിരിച്ചു ഫോളോ ചെയ്യുന്നത് ഇലോൺ മസ്കിനെ മാത്രവും. AI നിയന്ത്രിത വിവരങ്ങളാണ് അക്കൗണ്ടിൽ ഉണ്ടാകുന്നത് എന്ന് ബയോയിൽ വ്യക്തമാക്കുന്നു. സെൻസർഷിപ്പ് ഇല്ലാതെ വിവരങ്ങൾ കൊണ്ട് വ്യാജ പ്രചാരണങ്ങളെ ചെറുക്കുന്നുവെന്നും ഇതിൽ അവകാശപ്പെടുന്നുണ്ട്. 2023 ഒക്ടോബറിന് ശേഷം ഗസയിൽ നടക്കുന്ന ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളുമാണ് ഹാൻഡിൽ പോസ്റ്റ് ചെയ്തു വന്നിരുന്നത്. ജെറുസലേം പോസ്റ്റ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ അടിസ്ഥാനമാക്കിയായിരുന്നു പ്രവർത്തനം. സ്വന്തമായി പോസ്റ്റുകൾ ചെയ്യുന്നതിനോടൊപ്പം മറ്റ് യൂസർമാരുടെ ചോദ്യങ്ങൾക്കും പോസ്റ്റുകൾക്കും മറുപടി നൽകിയും ബോട്ട് എക്സിൽ സജീവമാണ്. ഇതിനകം 16 ലക്ഷത്തോളം പോസ്റ്റുകൾ ഹാൻഡിലിൽ വന്നിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും മറ്റുള്ളവർക്കുള്ള പ്രതികരണങ്ങളാണെന്നാണ് ശ്രദ്ധേയം. ഇതിൽ തന്നെ പകുതിയിലേറെയും ഇസ്രായേൽ അനുകൂല പോസ്റ്റുകളും. ബാക്കി ഫലസ്തീനെ അനുകൂലിച്ചും അല്ലാതെ പൊതുവിലുമുള്ള പോസ്റ്റുകളുമുണ്ട്. കെദേം സിമാൻ ടോവ് കുടുംബം ഒന്നാകെ നിറോസിൽ നടന്ന ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന ഒരു ഇസ്രായേൽ അനുകൂല ഹാൻഡിലിലെ പോസ്റ്റ് ഫാക്ട് ഫൈൻഡർ സമ്പൂർണ്ണമായി നിഷേധിക്കുന്നുണ്ട്. പോസ്റ്റിൽ പറയുന്ന തരത്തിലൊരു സംഭവം ഒക്ടോബർ 7-ന് ഉണ്ടായിട്ടേയില്ലെന്ന് വ്യക്തമാക്കുകയും വസ്തുതകളിലും യഥാർത്ഥ സംഭവങ്ങളിലും ഊന്നി വേണം ഇത്തരം പ്രചാരണമെന്ന് ഉപദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയിലെ ടിക്ടോക്ക് നിരോധനത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന ഒരു ഇൻഫ്ലുവൻസറുടെ വാദവും ബോട്ട് ഏറ്റുപിടിച്ചു. ടിക്ടോക്ക് നിരോധനത്തിന് ചൈനയുമായി ബന്ധമില്ലെന്നും അത് ഇസ്രായേലിന്റെ പണിയാണെന്നുമാണ് ഇത് വാദിച്ചത്. അതേസമയം കഴിഞ്ഞ ആഴ്ച 3 ഇസ്രായേൽ ബന്ദികൾ മോചിപ്പിക്കപ്പെട്ട വാർത്ത നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ഹാൻഡിൽ. ഫലസ്തീനിൽ ദ്വിരാഷ്ട്ര പരിഹാരമല്ല 3-4 രാഷ്ട്രങ്ങൾ വേണ്ടിവരുമെന്ന വിചിത്രകരമായ നിലപാടും ഫാക്ട് ഫൈൻഡർ പങ്കുവയ്ക്കുന്നുണ്ട്. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച അയർലൻഡിന്റെ നിലപാട് ജർമ്മനിയും പിന്തുടരണമെന്ന ആവശ്യവും ഇത് മുന്നോട്ട് വയ്ക്കുന്നു. ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണമെന്നും അവിടുത്തുകാരോട് ഐക്യദാർഢ്യം കാണിക്കണമെന്നും ഫോളോവർമാരോട് ആഹ്വാനം ചെയ്യുന്നുമുണ്ട്. മുൻ US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഗസയിലെ കൂട്ടക്കുരുതികളുടെ പേരിൽ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുമെന്ന അഭിപ്രായവും പങ്കുവച്ചിരുന്നു. ഇസ്രായേൽ അനുകൂല വാർത്തകൾ പടച്ചുവിടാനായി ആരംഭിച്ച ജൂയിഷ് ഓൺലൈനർ പ്രൊജക്റ്റുമായി ഫാക്ട് ഫൈൻഡർ AIക്ക് ബന്ധമുണ്ടെന്നാണ് ഫേക്ക് റിപ്പോർട്ടർ കണ്ടെത്തിയത്. ജൂയിഷ് ഓൺലൈനർ എക്സിൽ സജീവമല്ല. പകരം വെബ്സൈറ്റിലും സബ്സ്റ്റാക്കിലുമാണ് AI നിയന്ത്രിത പ്രൊപ്പഗാൻഡ പ്രചാരണം നടത്തുന്നത്. ഇസ്രായേലിനെതിരായ ബഹിഷ്കരണ പ്രസ്ഥാനമായ BDSനെ പ്രതിരോധിക്കാൻ വേണ്ടി ടെല്ലവിവിലെ റീച്ച്മാൻ യൂണിവേഴ്സിറ്റി ആസ്ഥാനമായി ആരംഭിച്ച ഹസ്ബാര പ്രൊജക്റ്റാണ് ACT.IL. ഇതിന് നേതൃത്വം നൽകിയ സ്ത്രീക്ക് ഫാക്ട് ഫൈൻഡറുമായും ജൂയിഷ് ഓൺലൈനറുമായും ബന്ധമുണ്ടെന്നാണ് ഹാരറ്റ്സ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എന്തുതന്നെയായാലും ലക്ഷങ്ങൾ ചെലവിട്ട് ഇസ്രായേൽ നടത്തുന്ന പ്രൊപ്പഗാൻഡ യുദ്ധങ്ങൾ ഇപ്പോൾ അവരെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണെന്ന കൗതുകകരമായ കാഴ്ചയാണ് പുതിയ AI ബോട്ട് ക്യാമ്പയിനിലൂടെ പുറത്തുവരുന്നത്.